ഹായ് സുഹൃത്തുക്കളെ, 2024 ഇറങ്ങിയ സുരാജ് വെഞ്ഞാറമ്മൂട് മെയിൻ ക്യാരക്ടറായി അഭിനയിച്ച എക്സ്ട്രാ ഡീസൻറ്റ് അഥവാ ED എന്ന സിനിമയുടെ ഫുൾ മൂവി എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. നിങ്ങളുടെ ലൈക്ക് ഈ വീഡിയോയ്ക്ക് അത്യാവശ്യമാണ്. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി റൂമിലിരുന്ന് അയാളുടെ മകളെ ഫോൺ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് നെഞ്ചുവേദനയാണ്, നാളെ ആശുപത്രി വരെ എൻ്റെ കൂടെ വരുമോ എന്ന്. എന്നാൽ ആ ഫോണിലൂടെ മകൾ പറയുന്നത് ഇങ്ങനെയാണ്: ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചില്ലേ എന്ന്. ചേട്ടന് എന്തോ അത്യാവശ്യമാണ്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് സെക്യൂരിറ്റി പറയുന്നു. അപ്പോൾ മകൾ ശകലം ദേഷ്യഭാവത്തിൽ പറയുകയാണ്, എനിക്കും പറ്റില്ല, എനിക്ക് നാളെ ഒരു അത്യാവശ്യമുണ്ട് എന്ന്. എന്നാൽ ആ സെക്യൂരിറ്റി വളരെ സമാധാനത്തിലാണ് തിരിച്ച് സംസാരിക്കുന്നത്. കുഴപ്പമില്ല, ഇവിടെയുള്ള ആരെങ്കിലും വിളിച്ചുകൊണ്ട് ഞാൻ നാളെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ ആ ഫ്ലാറ്റിലെ താമസക്കാരനായ ഹീറോ തൻ്റെ ജോലി കഴിഞ്ഞ് ഓട്ടോയിൽ അവിടെ വന്നിറങ്ങുകയാണ്. വയ്യാതെ നിൽക്കുന്ന സെക്യൂരിറ്റിയെ കണ്ട് അടുത്ത് ചെന്ന് ചോദിക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആശുപത്രിയിൽ പോണോ എന്ന്. ഉടനെ സെക്യൂരിറ്റി പറയുന്നു, സാറിനറിയാമല്ലോ, ഞാൻ ഇനി അധികകാലം ഒന്നും പോവില്ല. ഗവൺമെൻറ് ആശുപത്രിയിലോ വൃദ്ധസദനത്തിലോ തീരും എൻ്റെ ജീവിതം. അതിനാണെങ്കിൽ അഭിമാനം അനുവദിക്കുന്നുമില്ല. പിന്നെ അഭിമാനത്തോട് പോയി ചെന്ന് കിടക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്, ജയിൽ. അതിനൊക്കെ ഒരു കാരണം വേണ്ടേ എന്ന് നായകൻ ചോദിക്കുകയാണ്. കാരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചിറ്റിയിലെടുത്ത് നായകൻ്റെ തലക്കടിച്ച് ബോധം കെടുത്തുകയാണ്. ഇതിനുശേഷം മാസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് സിനിമയിൽ കാണിക്കുന്നത്. ഹീറോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. കുറച്ച് മാസങ്ങളായി ഹീറോയ്ക്ക് ബോധം ഇല്ലായിരുന്നു എന്നുള്ള കാര്യവും സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഹീറോയുടെ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ വരുന്നുണ്ട്. അതിൽ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സാർ ഈ ബിനുവിൻ്റെ കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്? ബിനു എന്ന് പറയുന്നത് നമ്മുടെ നായകനാണ് കേട്ടോ. അപ്പോൾ അതിന് മറുപടിയായി SI പറയുകയാണ്, ആ പ്രതി ജയിലിൽ പോയി കിടക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. എന്നാൽ അതിന് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ജയിലിൽ പോയി കിടക്കാനാണെങ്കിൽ വല്ല സ്റ്റേറ്റ്കാരനും കരിങ്കൊടി കാണിച്ചാൽ പോരായിരുന്നു. ഇതിനുശേഷം ഈ പോലീസുകാർ ഈ നായകൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈ സെക്യൂരിറ്റിയുടെ അടികൊണ്ട ഈ നായകന് കഴിഞ്ഞ കാലത്തെ ഓർമ്മകളെല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്നുള്ള കാര്യം. ആ ഹോസ്പിറ്റലിൽ ബിനുവിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് കാണിക്കുന്ന കുട്ടി ബിനുവിന് പഴയ ഫോട്ടോകളും പഴയ വീഡിയോകളും എല്ലാം കാണിച്ച് ബിനുവിൻ്റെ ഓർമ്മ തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ബിനുവിൻ്റെ അച്ഛൻ, ബിനുവിൻ്റെ അമ്മ, ബിനുവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇവരെ എല്ലാം ഡോക്ടർ ബിനു കിടക്കുന്ന റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മൊബൈലിലെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയുകയാണ്, ബിനു ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന്. എന്നിട്ട് ഇയാളെ അറിയാമോ എന്ന് ബിനുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ബിനുവിൻ്റെ അച്ഛൻ പറയുകയാണ്, 1-2 തവണ ഇവൻ്റെ കൂടെ കണ്ടിട്ടുണ്ട് എന്ന്. ഇയാൾ എവിടെയുണ്ട് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ വിദേശത്ത് എവിടെയോ ആണെന്ന് ബിനുവിൻ്റെ അളിയൻ പറയുന്നു. ഡോക്ടർ പറയുന്നു, ബിനുവിൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ ബിനുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ബിനുവിൻ്റെ മറ്റു ബന്ധുക്കൾക്കും മുഖത്ത് അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല. ബിനുവിന് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് അവർക്കെന്തോ ഇഷ്ടമില്ലാത്തതുപോലെ. ഇതിനുശേഷം ബിനുവിൻ്റെ ഗേൾ ഫ്രണ്ട് ബിനുവിനെ നോക്കാൻ അവിടെ നിന്നുകൊള്ളാമെന്ന് പറയുന്നത് കൊണ്ട് ബിനുവിൻ്റെ വീട്ടുകാരെല്ലാം നേരെ ബിനുവിൻ്റെ ഫ്ലാറ്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇങ്ങനെ ഇവർ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഈ ഫ്ലാറ്റിലേക്ക് ഇവരുടെ കുടുംബ ഡോക്ടറും വരികയാണ്. ആ കുടുംബ ഡോക്ടർ അവരുടെ അടുത്തായി ചോദിക്കുകയാണ്, ബിനു ആരെയോ തിരിച്ചറിഞ്ഞു എന്ന് കേട്ടല്ലോ, ബിനുവിൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിന് ഇപ്പോൾ ഉറപ്പായില്ലേ, എന്താ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നതിന് ബിനുവിൻ്റെ വീട്ടുകാരുടെ മുഖത്തൊന്നും അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട ആ ഡോക്ടർ ചോദിക്കുന്നു, എന്താ കുഴപ്പം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ എന്ന്. ഇതിന് മറുപടി പറയുന്നത് നമ്മുടെ നായകൻ്റെ സഹോദരിയാണ്. അവൾ ചോദിക്കുന്നു, ഡോക്ടറിന് ബിനുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഉടനെ തന്നെ ഡോക്ടർ പറയുന്നു, അവൻ്റെ കുടുംബത്തിനെ നല്ലപോലെ നോക്കുന്ന ഒരാളല്ലേ, എൻ്റെ അഭിപ്രായത്തിൽ അവൻ എക്സ്ട്രാ ഡീസൻ്റ് ആണ്. ഇതിന് മറുപടിയായി നായകൻ്റെ സഹോദരി പറയുന്നു, ഡോക്ടറിനറിയാമോ എൻ്റെ ചേട്ടൻ എങ്ങനെയാണ് എക്സ്ട്രാ ഡീസൻ്റായി മാറിയതെന്ന്? നായകൻ്റെ സഹോദരി കഥ പറയാൻ തുടങ്ങുകയാണ്. സിനിമ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നായകൻ്റെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. കുട്ടിക്കാലത്ത് നായകന് ഒരു ജ്യേഷ്ഠൻ കൂടി ഉണ്ടായിരുന്നു. ബിനുവിനെ ജ്യേഷ്ഠന് വലിയ ഇഷ്ടമായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ബിനുവിന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നു. ഗ്യാസ് ഓപ്പൺ ചെയ്തിട്ട് ഓംലേറ്റ് എല്ലാം റെഡിയാക്കാൻ നോക്കിയപ്പോൾ ഗ്യാസ് കത്തിക്കാനുള്ള തീപ്പെട്ടി കാണാനില്ലായിരുന്നു. ബിനുവിൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പുറത്ത് പോയി തീപ്പെട്ടി വാങ്ങിച്ചു കൊണ്ടുവരാൻ. ഈ ബിനു തീപ്പെട്ടി വാങ്ങാനായി വീടിന് പുറത്തിറങ്ങിയതും ജ്യേഷ്ഠൻ്റെ കണ്ണിൽ തീപ്പെട്ടി കാണുകയും ജ്യേഷ്ഠൻ ഗ്യാസ് ഓണാക്കി വച്ചിരിക്കുന്നത് ഓർക്കാതെ തീപ്പെട്ടി കത്തിക്കുകയും ഗ്യാസിൽ നിന്ന് തീ പടർന്നു പിടിച്ച് ജ്യേഷ്ഠന് മാരകമായ രീതിയിൽ പൊള്ളലേൽക്കുകയും ചെയ്യുന്നു. തൻ്റെ മുന്നിൽ നടന്ന ഈ അപകടം ബിനുവിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. 3 മാസത്തോളം ICUവിൽ കിടന്ന ചേട്ടൻ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. ഈ സംഭവം നടന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബിനുവിന് ഒരു സഹോദരി കൂടി ജനിക്കുന്നുണ്ട്.
ചോദിക്കുന്നുണ്ട്. ബിനുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സഹോദരൻ തൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ബിനുവിനുണ്ട്. ബിനുവിൻ്റെ സഹോദരൻ ബിനുവിനെ ചൂയിങ്ങമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആ ശീലം ബിനു ജീവിതത്തിൽ ഒരു സ്ഥിരം ശീലമാക്കി തന്നെ മാറ്റുന്നു. അടുത്ത സിനിമയിൽ ഏകദേശം 35 വയസ്സുള്ള ബിനുവിനെയാണ് കാണിക്കുന്നത്. മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന ബിനുവിനെ അച്ഛൻ വളരെ ദേഷ്യത്തിൽ തന്നെ താഴേക്ക് വിളിക്കുകയാണ്. തൻ്റെ കൂട്ടുകാർക്കൊക്കെ ബിനുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്നിട്ട് അയാൾ തൻ്റെ കൂട്ടുകാരെ മുന്നിൽ വെച്ച് പറയുകയാണ്, ഇവൻ ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ കയറാൻ പോവുകയാണ്. എന്തിനാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ PSC ടെസ്റ്റ് എഴുതിയതിന്. എത്ര പ്രാവശ്യം എന്നല്ലേ? 39 പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞ് ബിനുവിനെ അവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുകയാണ്. ഇനി അവൻ PSC ടെസ്റ്റ് എഴുതില്ല, കാരണം ഇവൻ്റെ ഏജ് ഓവർ ആയിട്ടുണ്ട്. PSC ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇനി മുതൽ വീടിനകത്ത് അടച്ചിരിക്കാൻ പറ്റില്ലെന്നും നാളെ മുതൽ എൻ്റെ കൂടെ ഷോപ്പിൽ വരണമെന്നും കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ശകാരിച്ചുകൊണ്ട് ബിനുവിൻ്റെ അച്ഛൻ പറയുകയാണ്. ഇതിനിടയിൽ ബിനുവിൻ്റെ സഹോദരി എപ്പോഴാണ് അമേരിക്കയിലേക്ക് പോകുന്നതെന്ന് ബിനുവിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി ബിനുവിൻ്റെ അച്ഛൻ പറയുന്നു, അത് ഈ വ്യാഴാഴ്ചയാണെന്നും. ചെന്നൈയിൽ നിന്ന് വരുന്ന സഹോദരിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഈ ബിനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് ബിനു വായിൽ ചൂയിങ്ങൻ ചവച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. നീ ചൂയിങ്ങൻ ചവയ്ക്കുന്നു, നിന്റെ അടുത്ത് ഇത് ചെയ്യലെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് അച്ഛൻ ബിനുവിനെ ശകാരിക്കുന്നുണ്ട്. ഇതുകൂടി ആയപ്പോൾ ബിനുവിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ബിനുവിൻ്റെ അമ്മ പുറത്തേക്ക് വന്ന് ബിനുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു, എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇവനെ ഇങ്ങനെ അപമാനിക്കരുത് എന്ന്, ഇങ്ങനെ പേടിപ്പിച്ച് വളർത്തരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചാൽ പറയും ഇവൻ ഒരു കാര്യത്തിലും പിന്നിലാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഇവൻ്റെ പിന്നിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ആ അവസ്ഥയിലെ ഇവനിപ്പോൾ. ഇത് കേൾക്കുന്ന നമ്മുടെ നായകൻ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അച്ഛൻ ആൾക്കാരുടെ മുന്നിൽ നാണം കെടുത്തുന്നു, അമ്മ സപ്പോർട്ട് ചെയ്യും പോലെ സംസാരിച്ചിട്ട് കഴിവില്ലാത്തവനെന്ന് ചിത്രീകരിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിനിടയിൽ ബിനുവിൻ്റെ അച്ഛൻ പറയുന്നു, സഹോദരിയെ വിളിച്ചുകൊണ്ട് വരാൻ കാർ ഓട്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സഞ്ജു എന്ന് പറയുന്നൊരു പയ്യൻ വരുമെന്നും അവൻ്റെ കൂടെ നീ പോകണമെന്നും പറയുന്നു. എന്നിട്ട് കാറൊന്നും നീ ഓട്ടിക്കാൻ നിൽക്കരുതെന്ന് കർശന നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം സഞ്ജുവിനെ കണ്ടുപടി എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഈ ബിനുവിനെ അച്ഛൻ നാണം കെടുത്തുന്നുണ്ട്. സഞ്ജു വരുമ്പോഴോ അവൻ്റെ മുന്നിൽ വെച്ചും അച്ഛൻ ബിനുവിനെ നാണം കെടുത്തുന്നുണ്ട്. ഇത് അച്ഛൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഇതിനുശേഷം സഞ്ജുവിൻ്റെ കൂടെ കാറിൽ ബിനു പോകുന്ന സമയത്ത് ബിനു സഞ്ജുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കാർ ഓട്ടിച്ച് തെളിയാൻ വേണ്ടി കാർ ഒന്ന് കൊടുക്കുമോ എന്ന്. പക്ഷേ സഞ്ജു ബിനുവിന് കാറൊന്നും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ബിനുവും സഞ്ജുവും കൂടി ബിനുവിൻ്റെ സഹോദരി എയർപോർട്ടിൽ നിന്ന് വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴോ അവിടെ വെച്ചും അച്ഛൻ ബിനുവിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, കാർ പോയി കഴിവിടറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിറ്റേ ദിവസം ബിനു അച്ഛൻ്റെ കൂടെ ഷോപ്പിൽ ജോലിക്ക് എത്തുന്നുണ്ട്. ഈ ഷോപ്പിൽ ജോലിക്ക് വന്ന ബിനുവിനെ കണ്ട് തൊട്ടടുത്ത് വർഷാപ്പിട്ടിരിക്കുന്ന ഒരു പയ്യൻ വന്ന് ബിനുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ബിനു പറയുന്നതെല്ലാം കള്ളത്തനമാണ് കേട്ടോ. ബിനുവാണ് അച്ഛന് ഈ കട ഇട്ട് കൊടുത്തതെന്നും ബിനു ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വർക്കാണ് ചെയ്യുന്നത് എന്നെല്ലാം കള്ളത്തനം പറയുന്നു. ഇത് കേട്ട് ആ വർഷാപ്പിട്ടിരിക്കുന്ന പയ്യന് ബിനുവിനോട് ചെറിയ മതിപ്പും തോന്നുന്നുണ്ട്. അങ്ങനെ ബിനുവിൻ്റെ സഹോദരി അമേരിക്കയിലേക്ക് പോകേണ്ട തലേ ദിവസം എത്തിച്ചേരുകയാണ്. എല്ലാ പേരും കൂടെ ചേർന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ സഞ്ജുവും ഉണ്ട് കേട്ടോ. സഞ്ജു ആണെങ്കിൽ ബിനുവിൻ്റെ കൂട്ടുകാരനാണ്. കൂടാതെ ഈ വീട്ടിലെ എന്താവശ്യത്തിനും വരികയും പോവുകയും എല്ലാം ചെയ്യുന്നത് സഞ്ജു ആണ് കേട്ടോ. ഈ സമയം തൻ്റെ സഹോദരിയുടെ പാസ്പോർട്ട് കയ്യിലെടുത്ത് വച്ചും കൊണ്ട് ബിനു ഇങ്ങനെ പറയുന്നു, എന്നെയും ഇതുപോലെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനും അമേരിക്കയിലേക്ക് പോയേനെ എന്ന്. ഇത് കേട്ടുകൊണ്ട് വരുന്ന സഞ്ജുവിൻ്റെ അച്ഛൻ പറയുകയാണ്, നീ അമേരിക്കയിലല്ലടാ, നിന്റെ പഠിത്തം വെച്ച് നീ അങ്ങ് ചന്ദ്രനിൽ പോയേനെ. എന്നിട്ട് എല്ലാവരും കേൾക്കെ ഇങ്ങനെ പറഞ്ഞു, ഇവൻ ഡിഗ്രി എഴുതിയെടുത്തത് എത്ര വർഷം കൊണ്ടാണെന്നറിയാമോ? 6 വർഷം കൊണ്ട്. നീ ഈ പെട്ടിയൊക്കെ എടുത്ത് കാറിൽ കൊണ്ടുപോയി, നിന്നെക്കൊണ്ട് അതിനൊക്കെ കഴിയൂ. ഇത് കേട്ട ബിനു തൻ്റെ സഹോദരിയുടെ പാസ്പോർട്ടിൽ ഒന്ന് നോക്കിയിട്ട് അതവിടെ വച്ചിട്ട് വളരെ വിഷമത്തോടു കൂടി അകത്തോട്ട് കയറിപ്പോയി. സാഹചര്യം നോക്കാതെ ബിനുവിനെ ശകാരിച്ചതിന് ബിനുവിൻ്റെ സഹോദരി അച്ഛനെ വഴക്ക് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ ബിനുവിൻ്റെ സഹോദരി എയർപോർട്ടിൽ പോകാൻ വേണ്ടി കൂടെ വരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ബിനുവിൻ്റെ അടുത്ത് വരുന്നു. പക്ഷേ ബിനു കൂടെ പോകാൻ തയ്യാറാവുന്നില്ല. സഹോദരി പറയുന്നു, അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ, അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സഹോദരി അമേരിക്കയിലേക്ക് യാത്ര തുടരുകയാണ്. ഇതിന് മുമ്പ് തന്നെ ബിനു ഒരു കാര്യം ചെയ്തിരുന്നു. സഹോദരിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആ പാസ്പോർട്ട് നോക്കി മനസ്സിലാക്കിയിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് സഹോദരിയെ എന്നാണ് അമ്മ ഗർഭധാരണം നടത്തിയിരുന്നത് എന്നുള്ള കാര്യവും ബിനു മനസ്സിലാക്കുകയാണ്. അതൊരു ഓഗസ്റ്റ് 24, 1996 എന്നുള്ള കാര്യം ബിനുവിന് കൃത്യമായി മനസ്സിലാവുന്നു. അതായത് ബിനുവിൻ്റെ ചേട്ടൻ പൊള്ളലേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിരുന്ന അതേ സമയത്താണ് അമ്മ ഗർഭധാരണവും ധരിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്ന ബിനു വല്ലാതെ വേവലാതിപ്പെടുകയാണ്. അന്ന് രാത്രി ബിനുവിൻ്റെ അച്ഛൻ ഫോണിൽ ആരോ
ആരുടെയോ കൂടെ തർക്കിക്കുന്നത് കേട്ട് മുകളിലത്തെ നിലയിൽ നിന്നും ബിനു താഴേക്ക് വരികയാണ്. തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കർ പേനയാണ് ഷീഫർ പേനയെക്കാട്ടിൽ നല്ലത് എന്ന് പറഞ്ഞ് ഇത് കേട്ട് താഴേക്ക് വന്ന നായകൻ അച്ഛൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അച്ഛൻ്റെ അടുത്ത് ആരാണ് പറഞ്ഞത് പാർക്കർ പേനയാണ് നല്ലതെന്ന്? ഈ പേനകൾ തമ്മിൽ എന്താ വല്ല മത്സരവും നടന്നിട്ടുണ്ടോ പാർക്കറാണ് നല്ലതെന്ന് പറയാൻ വേണ്ടി എന്ന്? ബിനുവിൻ്റെ അച്ഛൻ ദേഷ്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെപ്പോലെ അടിസ്ഥാനമില്ലാതെ സംസാരിക്കുന്നവനല്ല, ഞാനൊരു വില്ലേജ് ഓഫീസറായിട്ട് ഇരുന്ന ഒരാളാണ്, അല്ലാതെ നിന്നെപ്പോലെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനല്ല. ഇത് കേട്ട ബിനു പറയുകയാണ്, ഒന്നിനും കൊള്ളാത്ത ഒരുത്തനല്ലേ എന്ന് പറഞ്ഞ് നേരെ കസേരയിൽ ചെന്നിരുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാം നല്ല ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ICUയിൽ മരിക്കാൻ കിടന്ന സമയത്ത് ബന്ധപ്പെടാൻ തോന്നിയതും അതിലൊരു മകൾ ഉണ്ടാവുന്നതുമെല്ലാം. ഇത് കേട്ട് ബിനുവിൻ്റെ അമ്മ ഞെട്ടുകയാണ്. തൻ്റെ മോന് അസുഖമായിരുന്നപ്പോൾ താൻ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ അമ്മ പറയുന്നുണ്ടെങ്കിൽ ബിനു അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. ചേട്ടനെ ഇവർ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കസേരയും അടിച്ചു പൊട്ടിച്ച് ബിനു നേരെ തൻ്റെ റൂമിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ കാപ്പി കുടിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ടേബിളിലേക്ക് വന്നിരിക്കുകയാണ് ബിനു. ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെയാണ് ബിനുവിൻ്റെ മട്ട്. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ നടന്ന സംഭവം വല്ലാതെ മോശമായിപ്പോയി. ഇനി ഈ കാര്യം സഹോദരി എങ്ങാനും അറിഞ്ഞാൽ. ഇത് കേൾക്കുന്ന ബിനുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ഒരു ഭയം ഉളവാകുന്നുണ്ട്. ബിനു തുടരുകയാണ്, അതെങ്ങനെ അറിയാതിരിക്കും? അവൾ അറിയണ്ടേ അവൾ ജനിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം. അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവൾ എന്തെങ്കിലും ചെയ്യും. അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. അതുകൊണ്ട് അത് അവൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ബിനു തുടർന്നു, എൻ്റെ സഹോദരിക്ക് ഈ വീട് മാറി പുതിയ ഫ്ലാറ്റും പുതിയ കാറും ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നല്ലോ, അതുപോലെ നമുക്ക് പുതിയ ഫ്ലാറ്റിലോട്ട് മാറാം. അങ്ങനെ ബിനുവും അച്ഛനും അമ്മയും പുതിയ ഫ്ലാറ്റിലേക്ക് മാറുകയാണ്. മാറുന്നതിന് മുമ്പ് അയൽവാസികളെടുത്ത് യാത്ര പറയുന്നുണ്ട്. യാത്ര പറയുന്നതിനിടയിൽ ബിനു ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് ഫ്ലാറ്റ് എടുത്ത് മാറുന്നതെന്നും അച്ഛന് സിറ്റി ലൈഫ് ആസ്വദിക്കണമെന്ന് പറഞ്ഞെന്നും ബിനു പറയുന്നു. അതിനുശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്ലാറ്റിലോട്ട് വന്ന് അച്ഛനെ കാണാമല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര സെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നും ബിനു പറയുന്നു. ഇതിനുശേഷം അവർ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഇവരെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുന്നത് സഞ്ജുവാണ്. സഞ്ജു പറയുന്നുണ്ട്, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് എന്ന്. എന്നാൽ ബിനു സഞ്ജുവിനെയും തന്ത്രപരമായി ഒഴിവാക്കുന്നുണ്ട്. ഇത്രയും ദൂരം ഓടി വരാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് സഞ്ജുവിനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അതിനുശേഷം ബിനു അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നു, നമ്മൾക്കിടയിൽ ഇനി ആരും വേണ്ട, എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം, ഒരു മകനും സ്നേഹിക്കാത്ത പോലെ. പിറ്റേന്ന് രാവിലെ തൊട്ട് ബിനുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം ആകെ മാറുകയാണ്. ബിനു രാവിലെ തന്നെ അലാറം വെച്ച് ഇവരെ രണ്ടുപേരെയും ഉണർത്തുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ ജോഗിങ്ങിനും ഓടാനും ഒക്കെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷമോ പാവയ്ക്കയും ക്യാപ്സിക്കയുമാണ് ആദ്യം അവർക്ക് ആഹാരമായി കൊടുക്കുന്നത്. ആഹാരത്തിലും വലിയ നിയന്ത്രണങ്ങളാണ് ബിനു കൊണ്ടുവരുന്നത്. പഞ്ചസാര, ഉപ്പ്, അങ്ങനത്തുള്ള എല്ലാ സാധനങ്ങളും ആഹാരത്തിൽ നിന്നും ഒഴിവാക്കുകയാണ്. ഇതുമാത്രമല്ല, കൊടുമഴയത്ത് അച്ഛനെയും അമ്മയും പരസ്പരം ഊഞ്ഞാലാട്ടിപ്പിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് റീൽസ് ആക്കുക. ഇത് ഫ്ലാറ്റിലുള്ളവർ ചോദിക്കുമ്പോൾ അവരുടെ ആഗ്രഹമാണ്, അത് നമുക്ക് നടപ്പിലാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ മാന്യം ചമയുക. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു ദിവസം സെക്യൂരിറ്റിയും ആ ഡോക്ടറും കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത്രയും നല്ല കുടുംബത്തിനെ അവർ ഇതുവരെ കണ്ടിട്ടില്ല, എന്തൊരു നല്ല മോൻ, അച്ഛനെയും അമ്മയും ഇങ്ങനെ നോക്കുന്ന മക്കളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ സെക്യൂരിറ്റി പറയുന്നു. അതായത് ആ ഫ്ലാറ്റിലുള്ളവരുടെ കണ്ണിൽ മൊത്തം ഈ ബിനു ഒരു നല്ല മകനായി മാറുകയായിരുന്നു. ഇതിനുശേഷം തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഗുളിക കൊടുക്കുമ്പോൾ അച്ഛൻ ബിനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, നീ എന്തിനാണ് പിന്നെ എനിക്ക് ഗുളിക തരുന്നത്? ബിനു പറയുന്നു, ഇത് അസുഖം വരാനുള്ളതല്ല, ഇത് സപ്ലിമെൻ്റ് ആണ്. എന്നിട്ട് ബിനു ഇങ്ങനെയാണ് പറയുന്നത്, അച്ഛൻ്റെയും അമ്മയുടെയും തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കൾ. ഇത് കഴിഞ്ഞ് ബിനു അങ്ങോട്ട് മാറിയതും ബിനുവിൻ്റെ അമ്മ പറയുകയാണ്, കുറേശ്ശെ ഗുളിക തന്ന് കൊല്ലാനുള്ള പരിപാടി വല്ലതുമാണോ എന്തോ. ഇത് കേട്ട് അച്ഛൻ പറയുന്നു, അങ്ങനെ മരിക്കണമെങ്കിൽ മരിക്കട്ടെ, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതല്ലേ എന്ന്. ബിനുവിൻ്റെ അമ്മ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരാളെ വിളിച്ചു നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. പിറ്റേ ദിവസം രാവിലെ ഇവരെ രണ്ടുപേരെയും ഓടാൻ കൊണ്ടുപോകുന്ന സമയത്ത് ബിനുവിൻ്റെ അച്ഛന് നെഞ്ചുവേദന എന്ന് പറഞ്ഞ് വഴിയിൽ വീഴുകയാണ്. ബിനു നേരെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അവിടെ വെച്ചിട്ട് ബിനുവിൻ്റെ അച്ഛൻ ബിനുവിൻ്റെ അടുത്ത് പറയുന്നു, മകനെ, എനിക്കിനി അധിക കാലമില്ല എന്നാണ് തോന്നുന്നത്, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിൻ്റെ സഹോദരിയുടെ കല്യാണം ഒന്ന് കാണണം, അവളുടെ കല്യാണം ഉടനെ തന്നെ നടത്തണമെന്നും പറയുന്നു. ബിനു ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ഈ നെഞ്ചുവേദനയെല്ലാം ഈ അച്ഛൻ്റെയും അമ്മയുടെ ഒരു അടവ് മാത്രമായിരുന്നു കേട്ടോ. അന്ന് രാത്രി ബിനു റൂമിലിരിക്കുന്ന സമയത്ത് ബിനുവിൻ്റെ സഹോദരിയുടെ മെസ്സേജ് വരികയാണ്. അച്ഛനും അമ്മയും നോക്കുന്ന ആലോചന എങ്ങനെയെങ്കിലും മുടക്കി കൊടുക്കണമെന്ന് പറഞ്ഞ്. എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വേറൊരാളെ ഇഷ്ടമാണെന്നും അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ചേട്ടൻ്റെ ഫ്രണ്ട് സഞ്ജു ആണെന്നും അവൾ മറുപടി പറയുന്നു. ഇവരുടെ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് മൊബൈലിലൂടെ മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം നോ എന്ന് ടൈപ്പ് ചെയ്ത ബിനു പിന്നീട് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതിനുശേഷം സഞ്ജുവിനെ തൻ്റെ കൂടെ
കൂടെ ഇരുത്തി വീഡിയോ കോൺഫറൻസിലൂടെ സഹോദരിയുമായി ഇവരുടെ പ്രണയത്തിനെക്കുറിച്ചുള്ള എല്ലാ കാര്യവും ബിനു ചോദിച്ചറിയുകയാണ്. അതിനുശേഷം തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ചെന്ന് തൻ്റെ സഹോദരിയുടെ വിവാഹ കാര്യത്തിനെക്കുറിച്ചെല്ലാം പറയുകയും സഞ്ജുവിൻ്റെ വീട്ടുകാർ വരുന്ന ദിവസത്തിനെക്കുറിച്ചെല്ലാം സൂചിപ്പിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന അച്ഛനും അമ്മയ്ക്കും വളരെ സമാധാനമാവുകയാണ്. അവരുടെ പ്ലാൻ സക്സസ് ആയി എന്നും തൻ്റെ മകൻ വീണ്ടും നോർമലായി എന്നും അവർ വിചാരിക്കുന്നു. അങ്ങനെ സഞ്ജുവിൻ്റെ വീട്ടുകാർ ബിനുവിൻ്റെ സഹോദരിയെ പെണ്ണ് കാണാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് വരികയാണ്. പക്ഷേ അവിടെ വെച്ച് ബിനുവിൻ്റെ സ്വഭാവം അങ്ങ് മാറുകയാണ്. ബിനു പറയുകയാണ്, സഞ്ജു കൊച്ചിലേ മുതലേ ബിനുവിൻ്റെ സഹോദരിയെ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. ബിനുവിൻ്റെ സഹോദരിയെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് ഇവൻ എൻ്റെ ഫ്രണ്ടായതെന്നും ബിനു പറയുന്നു. ബിനു തുടരുകയാണ്, അതായത് ഇവന് ബിസിനസ് ചെയ്യാനുള്ള പണം കൊടുത്തതുപോലും ഇവളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ വളഞ്ഞ വഴിയിൽ ചിന്തിക്കുന്ന ഒരുത്തൻ നിങ്ങളുടെ വീട്ടിൽ പെണ്ണാലോചിച്ചു വന്നാൽ നിങ്ങൾ കൊടുക്കുമോ എന്ന് ബിനു സഞ്ജുവിൻ്റെ വീട്ടുകാരോട് ചോദിക്കുന്നു. ഇത് കേട്ട് സഞ്ജുവിൻ്റെ വീട്ടുകാർ പിണങ്ങി ആ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. സഞ്ജു ഇറങ്ങിപ്പോകാൻ പോകുമ്പോൾ ബിനുവിൻ്റെ സഹോദരി സഞ്ജുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു. ഇത് കണ്ട ബിനു പറയുകയാണ്, നിനക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഈ ഫ്ലാറ്റിൽ താമസിക്കാം, സഞ്ജുവിൻ്റെ കൂടെ ആണെങ്കിൽ അത് നടക്കില്ല എന്ന്. അങ്ങനെ ബിനുവിൻ്റെ സഹോദരി സഞ്ജുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ ബിനുവിൻ്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു, ബിനുവിൻ്റെ സഹോദരിയെ ഏതു വിധേനയും ആ ഫ്ലാറ്റിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത്. ഇത് കഴിഞ്ഞ് ഒരു ദിവസം ബിനു വന്ന് പറയുകയാണ്, ഇന്ന് ജ്യേഷ്ഠൻ്റെ ഓർമ്മ ദിവസമാണ്, ഇന്ന് നമ്മൾ വ്രതമെടുക്കും, അതുകൊണ്ട് ഇന്ന് വെള്ളവും സപ്ലിമെൻറ്റും അല്ലാതെ ഒന്നും കഴിക്കാൻ പാടില്ല എന്നും മൊബൈലോ ടിവിയോ ഒന്നും കാണാനും ഇവരെ സമ്മതിക്കുന്നുമില്ല. ഇതൊക്കെ കാണുന്ന അച്ഛന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്, എങ്കിലും പ്രതികരിക്കുന്നില്ല. എന്നാൽ അന്ന് രാത്രി ബിനുവിൻ്റെ അച്ഛൻ മൊബൈൽ കാണുന്നത് ബിനു കാണുന്നു. ബിനു ചോദിക്കുന്നു, ഇന്നൊരു ദിവസമെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ കാണാതെ ഇരുന്നുകൂടെ എന്ന് പറഞ്ഞ് മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. ഇവർ തമ്മിൽ ഉന്തും തള്ളലും ആവുകയാണ്. അവസാനം ബിനുവിൻ്റെ അച്ഛൻ്റെ കാലിൽ നല്ല രീതിയിൽ ഒരു കടി വെച്ച് കൊടുക്കുന്നു. ആ കടിയിൽ കാല് മുറിയുകയും ചെയ്യുന്നു. എന്നാൽ ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ബിനു ഈ നടന്നതിനെല്ലാം വന്ന് അച്ഛൻ്റെ അടുത്ത് കരഞ്ഞ് മാപ്പ് പറയുകയാണ്. പക്ക ഒരു സൈക്കോ പോലെ തന്നെയാണ് ബിനുവിൻ്റെ പെരുമാറ്റങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസം ബിനുവിൻ്റെ അച്ഛൻ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയുടെ അടുത്ത് തൻ്റെ കാല് കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ട ബിനു അച്ഛനെ വിളിച്ച് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തിനാണ് അയാളടുത്ത് പറയാൻ പോയത് എന്ന്. അച്ഛൻ പറയുന്നു, ഞാൻ അയാളടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വിശ്വാസം വരാത്ത ബിനു ഉടനെ തന്നെ ഫോൺ ചെയ്ത് അയാളെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിക്കുകയാണ്. അയാൾ വരുന്നതിന് മുമ്പ് അയാൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ബിനു വിഷം വീത്തുന്നു. എന്നിട്ട് പറയുന്നു, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പുറത്തറിയുന്നത് എനിക്കിഷ്ടമല്ല, സെക്യൂരിറ്റി ഇവിടെ പിടഞ്ഞ് മരിക്കട്ടെ എന്നും പറയുന്നു. എന്നാൽ ഫ്ലാറ്റിലേക്ക് വന്ന സെക്യൂരിറ്റി അവിടെ നടന്ന ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല എന്നറിഞ്ഞ ബിനു ആ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് തന്നെ തട്ടി തറയിലേക്ക് കളയുകയും ചെയ്യുന്നു. എന്നിട്ട് അറിയാതെ പറ്റിയതാണെന്നും പറയുന്നു. ഇത് കഴിഞ്ഞ് ഒരു ദിവസം ബിനു ഷോപ്പിലിരിക്കുമ്പോൾ ഒരു വാർത്ത കേൾക്കുകയാണ്, 60 കഴിഞ്ഞ ദമ്പതികൾക്ക് കുട്ടികളുണ്ടായി എന്ന്. ഇതുകൂടി കേട്ടപ്പോൾ ബിനു പിന്നെ തൻ്റെ അച്ഛനെയും അമ്മയും ഒരുമിച്ച് ഇടപഴകാൻ പോലും സമ്മതിക്കാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. മാത്രമല്ല ബിനു തൻ്റെ വീടിനകത്ത് മൊത്തം ഇവരെ രണ്ടുപേരെയും നിരീക്ഷിക്കാൻ വേണ്ടി ക്യാമറ വരെ സെറ്റ് ചെയ്യുകയാണ്. ഇവരുടെ ജീവിതമാണെങ്കിലോ പിന്നീട് വളരെ ദുസ്സഹമായി മാറുകയാണ്. അവസാനം ഗതികെട്ട് ബിനുവിൻ്റെ അച്ഛൻ ബിനുവിൻ്റെ അമ്മയോട് പറയുകയാണ്, അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു, എൻ്റെ ഐഡിയ ഒന്നും ഫലപ്രദമാകുന്നില്ല, ഇനി ഒരു രക്ഷയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം. പക്ഷേ ഇത് കേട്ട ബിനുവിൻ്റെ അമ്മ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം പറയുകയാണ്, നമ്മൾ എന്തിനു മരിക്കണമെന്ന്, അതായത് ബിനുവിനെ അങ്ങ് തീർക്കാമെന്നുള്ള അർത്ഥത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. അന്ന് രാത്രി അവർ ബിനുവിന് കൊടുക്കാനുള്ള ആഹാരത്തിൽ വിഷവും കലർത്തി കാത്തിരുന്നു. പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു കേട്ടോ. സിനിമയുടെ തുടക്കത്തിൽ ബിനുവിന് തലയ്ക്ക് സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടുന്നില്ലേ, അത് നടക്കുന്നത് ഈ അന്ന് രാത്രിയായിരുന്നു. സിനിമ തിരിച്ച് പ്രസന്റിലേക്ക് വരികയാണ്. ബിനുവിൻ്റെ ഈ കഥയെല്ലാം കേട്ട് അവരുടെ നൈബറായ ആ ഡോക്ടറിൻ്റെ അടുത്ത് ബിനുവിൻ്റെ അമ്മ പറയുകയാണ്, പാരൻസിൻ്റെ ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും അവൻ്റെ ഓർമ്മ തിരിച്ചു വരാതിരിക്കാൻ എന്താണ് വഴിയെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഈ സമയത്ത് തന്നെ ബിനു കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും കോൾ വരികയാണ്. ബിനു തിരിച്ചറിഞ്ഞ ഒരു സുഹൃത്തുണ്ടല്ലോ, ആ സുഹൃത്തിനെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ദുബൈയിൽ നിന്നും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുന്നു. ഇവർ എല്ലാവരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കൂടെ അവരുടെ കുടുംബ സുഹൃത്തായ ഡോക്ടറിനെയും കൂട്ടുന്നു. അവിടെ എത്തിയ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ബിനുവിൻ്റെ സുഹൃത്തിനെ ബിനുവിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന്. അവിടെയുള്ള ഡോക്ടർ പറയുന്നു, ബിനുവിനെ ഡിസ്ചാർജ് ചെയ്യേണ്ട സമയമായി, ബിനു വീടും പരിസരവുമായി എല്ലാം ഇടപഴകി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ തിരിച്ചു വരുമെന്നും ഡോക്ടർ പറയുന്നു. ഇത് കേട്ട ബിനുവിൻ്റെ വീട്ടുകാർ വളരെ വിഷമത്തിലാവുകയാണ്. ഇതിനിടയിൽ ബിനുവിൻ്റെ അളിയൻ ബിനു കിടക്കുന്ന ഹോസ്പിറ്റൽ
ഹോസ്പിറ്റൽ റൂമിലേക്ക് വരികയാണ്. അളിയനെ കണ്ട ബിനു അളിയൻ മുമ്പിട്ടിരുന്ന ഡ്രസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബിനു കൃത്യമായി ഓർത്തു പറയുന്നുണ്ട്. ബിനുവിൻ്റെ അളിയൻ ഇത് നേരെ ചെന്ന് പുറത്തിരിക്കുന്ന ബിനുവിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും കുടുംബ സുഹൃത്തായ ഡോക്ടറിൻ്റെ അടുത്തും പറയുന്നു ബിനുവിൻ്റെ ഓർമ്മ കുറേശ്ശെ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന്. ബിനുവിൻ്റെ അച്ഛൻ പറയുന്നു ബിനുവിൻ്റെ ഓർമ്മ തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന്. ഉടനെ ബിനുവിൻ്റെ അമ്മ പറയുകയാണ് എങ്കിൽ നമുക്ക് സനന്ദനുമായി ഒന്ന് ആലോചിച്ചാലോ എന്ന്. ഈ സനന്ദൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനുവിൻ്റെ അമ്മയുടെ ഒരു അടുത്ത സുഹൃത്താണ് കേട്ടോ. സനന്ദനെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബിനുവിൻ്റെ അച്ഛന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പുറത്തുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമുക്കിപ്പോൾ കുടുംബ സുഹൃത്തായ ഡോക്ടർ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിലും ബിനുവിൻ്റെ അമ്മ പറയുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം സനന്ദൻ അറിയാം. ബിനു എല്ലാ പേരിൽ നിന്നും നമ്മളെ അകറ്റാൻ വേണ്ടി ഫ്ലാറ്റിൽ കൊണ്ടുപോയപ്പോൾ മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയുള്ള ഐഡിയ പറഞ്ഞു തന്നത് ഈ സനന്ദനാണെന്ന് അമ്മ പറയുന്നു. അന്ന് രാത്രി ബിനുവിൻ്റെ അച്ഛൻ ബിനുവിൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നു നിനക്ക് സനന്ദനുമായിട്ടുള്ള ബന്ധം നിർത്താറായില്ലേ എന്ന്. അപ്പോൾ അവർ പറയുന്നു നിങ്ങൾ പറയുന്നത് കേട്ടാത്തൊന്നും സനന്ദൻ എൻ്റെ കാമുകനാണെന്ന്. എനിക്ക് സനന്ദനുമായി ഒരു ബന്ധവുമില്ല. അവൻ എൻ്റെ ഒരു നല്ല സുഹൃത്ത് മാത്രമാണ്. അതുകൊണ്ടാണോ അവൻ എൻ്റെ കാല് തല്ലി ഓടിച്ചത് എന്ന് ബിനുവിൻ്റെ അച്ഛൻ ചോദിക്കുന്നു. അതിന് മറുപടിയായി ബിനുവിൻ്റെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ് അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലംബറിനെയോ ഇലക്ട്രീഷ്യനെയോ വിളിക്കില്ലേ, അതുപോലെ കരുതിയാൽ മതി സനന്ദൻ്റെ കാര്യവുമെന്ന്. അങ്ങനെ ബിനുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടി സനന്ദൻ എത്തുകയാണ്. സനന്ദൻ പറയുന്നു കേട്ടതിൽ വെച്ച് ബിനു ഒരു പക്ക സൈക്കോയാണ്. ബിനുവിൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അവൻ്റെ പഴയ ഓർമ്മയിലുള്ള ഒരു സാധനവും ഒന്നും വീടിൽ കാണാൻ പാടില്ല. അങ്ങനെ അവർ വീട് മൊത്തം പെയിന്റ് അടിക്കുകയാണ്. ഈ സമയം സനന്ദൻ ചോദിക്കുന്നു ഇത് മാത്രം ചെയ്താൽ പോരാ, അവൻ എന്തെങ്കിലും ചെറിയ സാധനം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതും എടുത്തു മാറ്റണമെന്ന്. ഇത് കേട്ട ബിനുവിൻ്റെ അമ്മ ബിനുവിൻ്റെ അലമാര മൊത്തം ഒന്ന് അരിച്ച് പറക്കി നോക്കുകയാണ്. അപ്പോൾ ബിനുവിൻ്റെ ചേട്ടൻ്റെയും പഴയൊരു ഫോട്ടോ അലമാരയുടെ മുകളിൽ നിന്ന് കിട്ടുകയാണ്. ഉടനെ അച്ഛൻ പറയുകയാണ് അത് ബിനുവിൻ്റെയും അവൻ്റെ ചേട്ടൻ്റെയും ചെറിയൊരു ഓർമ്മയാണ്, അത് മാത്രം നശിപ്പിക്കേണ്ട എന്ന് പറയുന്നു. എന്നാൽ അമ്മ ഇതൊന്നും ചെവിക്കൊള്ളാതെ ആ ഫോട്ടോയും അടിച്ചു പൊട്ടിച്ച് ബിനുവിൻ്റെ എല്ലാ പഴയ സാധനങ്ങളും തീയിടുകയാണ്. ഇത് കഴിഞ്ഞ് ബിനുവിൻ്റെ അമ്മ പറയുന്നു വീടിൻ്റെ പെയിൻറ്റിംഗ് പണി തീരാൻ ഇനിയും 2 ആഴ്ച എടുക്കും. അവനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഹോസ്പിറ്റലിൽ നിന്നും പറയുന്നത്. ഇതിന് സനന്ദൻ ഒരു പുതിയ ഐഡിയ ഇറക്കുകയാണ്. ഡിസ്ചാർജ് ചെയ്ത ബിനുവിനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് മൂകാംബികയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ബിനുവിന് ഒരു നേർച്ച ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ 2 ആഴ്ച ഇവർ മൂകാംബികയിലേക്ക് പോയതിനു ശേഷം തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരികയാണ്. തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുന്ന ബിനുവിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. കാരണം ഫ്ലാറ്റിൻ്റെ പഴയ ഇൻറ്റീരിയൽ ഡിസൈൻ എല്ലാം മാറ്റിയിരുന്നു, പെയിൻ്റ് അടക്കം. ഇതിനിടയിൽ സനന്ദൻ ബിനുവിൻ്റെ വീട്ടുകാർക്ക് ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ് ബിനുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി. അതായത് ബിനു കാരണം ഈ വീട്ടുകാർക്കെല്ലാം വലിയ കടം വന്നിരിക്കുകയാണ് എന്നും അങ്ങനെ കടം മൂത്ത് ഇവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നും ബിനുവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ വിഷം കഴിക്കാൻ പോകുന്നു എന്ന് അഭിനയിച്ചുകൊണ്ട് ആദ്യം ബിനുവിനെ കൊണ്ട് വിഷം കുടിപ്പിക്കണമെന്ന് ഈ സനന്ദൻ പറയുന്നു. എന്നാൽ ഈ ഐഡിയ കേട്ട ബിനുവിൻ്റെ അച്ഛൻ പറയുന്നു അവൻ ചിലപ്പോൾ മാറിയാലോ, ഓർമ്മ വരുമ്പോൾ അവൻ ഒരു പുതിയ മനുഷ്യനായാലോ എന്ന്. എന്നാൽ ബിനുവിൻ്റെ അമ്മ പറയുന്നു അവൻ എൻ്റെ മകനാണ്, അവൻ ഒരിക്കലും മാറില്ല, അവനെ തീർത്ത് കളയണമെന്ന് മുൻകൈ എടുക്കുന്നത് ബിനുവിൻ്റെ അമ്മ തന്നെയാണ്. എന്നിട്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് ബിനുവിൻ്റെ സഞ്ജു എന്ന അളിയനെയാണ് കേട്ടോ. അളിയൻ ബിനുവിനെയും വിളിച്ച് ഒരു വലിയ മലമുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയുന്നു ഇങ്ങനെ ബിനു കാരണം ഒരുപാട് കടമുണ്ടെന്നും വീട്ടുകാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ് എന്നൊക്കെ ബിനുവിനെ പറഞ്ഞ് മരണത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ബിനു ഇതിലൊന്നും വീഴുന്നില്ല. ബിനു പറയുകയാണ് അച്ഛനും അമ്മയും മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും വേറെ കാരണം ഉണ്ടെന്നാണ്. ഇതിനിടയിൽ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്ന ബിനു ഫ്ലാറ്റിൽ മൊത്തം പുതിയ പെയിന്റ് ആണല്ലോ അടിച്ചിരിക്കുന്നത്. ഈ പെയിന്റ് പൊളിഞ്ഞിളവി ഇരിക്കുന്നത് നോക്കുമ്പോൾ ബിനുവിന് മനസ്സിലാകുന്നു ഫ്ലാറ്റിൽ പുതിയ പെയിന്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ബിനുവിൻ്റെ ഓർമ്മ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി എല്ലാ സാധനവും അവർ എടുത്തു മാറ്റിയിരുന്നല്ലോ. എന്നാൽ ഒരു സാധനം അവർക്ക് എടുത്തു മാറ്റാൻ പറ്റിയിരുന്നില്ല. അത് എന്താണെന്നല്ലേ, ബിനുവിന് ചൂയിങ്ങം ചവയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. ഈ ചൂയിങ്ങം ബിനു മുമ്പ് ചവച്ച് ഒട്ടിച്ചു വച്ചിരുന്നത് ബിനുവിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ബിനുവിന് തന്നെ കിട്ടുകയാണ്. ഇത് കാണുമ്പോൾ ബിനുവിന് എന്തൊക്കെയോ ഓർമ്മ തിരിച്ചു വരുന്നുണ്ട്. ഈ സമയം ബിനുവിൻ്റെ ഫാമിലിയും സനന്ദനും കൂടി ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് സമീപിക്കുകയാണ്. ബിനുവിൻ്റെ ഓർമ്മ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു തരണമെന്ന് അവർ ഡോക്ടറിൻ്റെ അടുത്ത് അപേക്ഷിക്കുന്നു. ആദ്യം സമ്മതിക്കാത്ത ഡോക്ടർ ഇവരുടെ സംസാരത്തിൽ വീഴുകയാണ്. ഡോക്ടർ ഒരു ഗുളിക പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ഫുള്ള് മെമ്മറിയും അടിച്ചു പോകും. പിന്നെ മാരക സൈഡ് എഫക്റ്റുമാണ് ഈ ഗുളികയ്ക്ക്. പിന്നെ പിടിക്കപ്പെടുകയാണെങ്കിൽ വല്ല ഗൂഗിൾ ചെയ്തെടുത്തതാണെന്നേ പറയാവൂ, എൻ്റെ പേര് ഒരു കാരണവശാലും പറയരുതെന്ന് ഡോക്ടർ പറയുന്നു. ഇതിനുശേഷം ബിനുവിൻ്റെ അമ്മയുടെ അടുത്ത് അച്ഛൻ വന്ന് സംസാരിക്കുന്നുണ്ട്. മാരക സൈഡ് എഫക്റ്റ് ഉള്ള ആ ഗുളിക അവന് കൊടുക്കണോ, അവൻ വീണ്ടും കോമയിലോട്ട് പോവുകയില്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അമ്മ പറയുന്നു നിങ്ങളെല്ലാം മറന്നുവോ, ഇപ്പോൾ അവൻ്റെ സൈഡാണല്ലേ
അല്ലേ? അപ്പോൾ അച്ഛൻ പറയുന്നു, അവന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അവനെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണല്ലോ. ഇതിന് മറുപടിയായി അമ്മ പറയുന്നു, കാലം മാറി മനുഷ്യ, അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പിന്നെ മക്കളുടെ തീട്ടവും മൂത്രവും വാരാനുള്ളതല്ല മാതാപിതാക്കളുടെ ജീവിതം. ഈ സിനിമ കാണുന്ന നമുക്ക് തന്നെ തോന്നും ഒരു സന്ദർഭത്തിൽ ഇതിൽ ആരാണ് യഥാർത്ഥ സൈക്കോ എന്ന്. ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് ബിനുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ ഗുളിക ഡോക്ടർ കാറിനകത്ത് വെച്ച് ഇവർക്ക് കൊടുക്കുകയാണ്. ആ ഗുളിക കയ്യിലെടുക്കുന്നത് ബിനുവിൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ. ഈ ഗുളികയുമായി വീട്ടുകാരെല്ലാവരും കൂടി തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ബിനു വാതിൽ തുറക്കുന്നുണ്ട്. ബിനുവിനെ കണ്ട് അവർ അതിശയിക്കുകയാണ്. കാരണം ബിനു ഇപ്പോൾ പഴയ ലുക്കിലാണ് നിൽക്കുന്നത്. എന്താ ഇങ്ങനെയെന്ന് ബിനുവിൻ്റെ അളിയൻ ചോദിക്കുമ്പോൾ ബിനു പറയുന്നു, ബിനുവിൻ്റെ ഗേൾ ഫ്രണ്ട് പഴയ ഫോട്ടോ അയച്ചു തന്നുവെന്നും അതേ ലുക്കിലേക്ക് തിരിച്ചു പോയതാണെന്നും ബിനു മറുപടി പറയുന്നു. ഇതിനുശേഷം ബിനു പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് അവർ ബിനുവിൻ്റെ റൂമിൽ കയറി ബിനുവിൻ്റെ ഓർമ്മ നശിക്കാനുള്ള മരുന്ന് ബിനുവിൻ്റെ ഗുളികയുടെ കൂട്ടത്തിൽ വയ്ക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം പുറത്തു പോയിട്ട് വന്ന അളിയൻ്റെ കാറിലേക്ക് ബിനു കയറുകയാണ്. എന്നിട്ട് ബിനു ഒരു ആവശ്യം അളിയൻ്റെ അടുത്ത് വയ്ക്കുകയാണ്. എനിക്ക് കാർ ഓടിച്ച് തെളിയണമെന്ന് പറയുന്നു. അങ്ങനെ അളിയൻ ബിനുവിനെ കാർ ഓടിച്ച് തെളിയാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. കാർ ഓടിക്കുന്നതിനിടയിൽ ബിനു അളിയൻ്റെ അടുത്ത് ചോദിക്കുന്നു, പഴയ കാറിനെക്കാട്ടിലും കൊള്ളാമല്ലേ അളിയ എന്ന് പറയുന്നു. ഇത് കേട്ട ബിനുവിൻ്റെ അളിയൻ ഞെട്ടുകയാണ്. അളിയൻ ബിനുവിൻ്റെ അടുത്ത് ചോദിച്ചു, അളിയന് ഓർമ്മ തിരിച്ചു വന്നു അല്ലേ? ഇത് കേട്ട ബിനു പറയുന്നു, എനിക്ക് ഒരിക്കലും ഓർമ്മ തിരിച്ചു വരില്ല എന്ന് നീ വീട്ടിൽ ചെന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ അവരുടെ ലൈവ് റിയാക്ഷൻ എനിക്ക് കാണണമെന്ന് ബിനുവിൻ്റെ അളിയൻ്റെ അടുത്ത് പറയുന്നു. എന്നിട്ട് നിങ്ങൾ അമേരിക്കയിലേക്ക് പോണതിൻ്റെ ചെലവെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് എല്ലാവരെയും വിളിക്കാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും ഹോട്ടലിലേക്ക് വരുന്നു. അവിടെ വെച്ച് ബിനുവിൻ്റെ അളിയൻ ബിനു പറഞ്ഞതുപോലെ തന്നെ പറയുന്നു, ബിനുവിന് ഇനി ഒരിക്കലും ഓർമ്മ വരില്ല എന്നും ബിനു പറഞ്ഞതെല്ലാം നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പറഞ്ഞതാണെന്നും പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു. ഇത് കാണുന്ന ബിനുവിനും മനസ്സിൽ ഒരു വല്ലാത്ത ചിരി ഉണ്ടാവുകയാണ്. എന്നിട്ട് ബിനു പറയുന്നു, എനിക്ക് ഓർമ്മ ഇല്ലാത്ത കാലത്ത് നിങ്ങൾ എന്നെ കൈവിടാത്തതുപോലെ എനിക്ക് ഓർമ്മ ഉള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളെയും കൈവിടില്ല. എന്നിട്ട് എല്ലാവരുടെയും കൈകൾ പ്രതിജ്ഞ ചെയ്യും പോലെ വയ്ക്കാൻ പറയുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് ബിനു കൈകൾ മുകളിലോട്ടും താഴോട്ടും ആക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ട സനന്ദൻ പറയുകയാണ്, യവന് കൊടുത്ത ഗുളിക പ്രവർത്തിച്ചു തുടങ്ങി എന്നാണ് തോന്നുന്നത് എന്ന്. അങ്ങനെ പിറ്റേ ദിവസം ബിനുവിൻ്റെ അളിയനും സഹോദരിയും അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അളിയൻ വന്ന് ബിനുവിൻ്റെ അടുത്ത് യാത്ര പറയുന്നതിന് മുമ്പ് കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എയർപോർട്ട് വരെ ബിനു കൂടെ വരാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു. എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറുന്ന സമയത്ത് ബിനു പറയുകയാണ്, കാറ് ഞാൻ ഓട്ടിക്കാമെന്ന്. അച്ഛൻ പറയുന്നു, അതിന് നിനക്ക് കാർ ഓട്ടിച്ച് ശീലമില്ലല്ലോ എന്ന്. എനിക്ക് നല്ല രീതിയിൽ കാർ ഓട്ടിക്കാൻ അറിയാം, അത് അളിയൻ അറിയാമല്ലോ എന്ന് പറയുന്നു. അളിയൻ അത് ശരിവയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബിനു കാർ ഓട്ടിക്കാൻ തയ്യാറാവുകയാണ്. ആ സമയത്ത് തന്നെ അവിടെ അവരുടെ ഫാമിലി ഡോക്ടറും പിന്നെ സനന്ദനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരെയും ബിനു എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പക്ഷേ കാറിനുള്ളിൽ സ്ഥലമില്ല എന്നുള്ള എക്സ്ക്യൂസ് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബിനു അവരെ വിടുന്നില്ല. നിർബന്ധിച്ച് എല്ലാവരെയും കാറിനകത്തേക്ക് കയറ്റുകയാണ്. എന്നിട്ട് ബിനു ഡ്രൈവിംഗ് തുടങ്ങുകയാണ്. ഡ്രൈവിംഗ് തുടരുന്നതിനിടയിൽ ബിനു ഇങ്ങനെ പറഞ്ഞു, ഈ കോമ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്തൊരു യാത്രയാണ്. ഇവിടെ നിന്നൊരു യാത്ര തുടരുകയും ചെയ്തു, എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തില്ല. അത് വല്ലാത്തൊരു യാത്രയാണ്, ഒരു പ്ലഷർ ട്രിപ്പ് പോലെ. പറ്റുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനത്തെ ഒരു യാത്രയ്ക്ക് പോകണം. ഇത് കേട്ട് വണ്ടിയിലിരിക്കുന്നവർ വിചാരിക്കുന്നു, ഇവൻ ഗുളിക കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് കാണിച്ചു തുടങ്ങി എന്ന്. ഇതിനുശേഷം ബിനു ഫ്രണ്ട് സീറ്റിലിരുന്ന അമ്മയുടെ കയ്യിലേക്ക് ഒരു ഗുളികയുടെ ബോട്ടിലെടുത്ത് കൊടുക്കുകയാണ്, അതൊന്ന് തുറന്നു കൊടുക്കാൻ വേണ്ടി. അത് തുറക്കുമ്പോൾ അതിലുള്ള ഗുളിക കണ്ടിട്ട് ബിനു ചോദിക്കുകയാണ്, ഈ ഗുളിക ഡോക്ടർ എഴുതിയ ഒരു ലിസ്റ്റിലും കണ്ടില്ലല്ലോ എന്ന്. ഏത് ഡോക്ടർ എഴുതിയ ഗുളിക എന്ന് ചോദിക്കുമ്പോൾ പലരും പല മറുപടികളും പറയുന്നുണ്ട്. അച്ഛൻ ബേക്കിലിരുന്നു കൊണ്ട് പറയുന്നു, ഏതെങ്കിലും ഒരു ഡോക്ടർ എഴുതിയ ഗുളിക ആയിരിക്കുമല്ലോ എന്ന്. അപ്പോൾ ബിനു ആ ഗുളിക കഴിക്കാൻ തയ്യാറാവുകയാണ്. കഴിക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ കാല് വച്ച് ആ സ്റ്റിയറിങ്ങിനെ നിയന്ത്രിച്ച് കൈകൊണ്ടാണ് ഗുളിക കഴിക്കുന്നത്. ഇത് കണ്ട് എല്ലാവരും പേടിക്കുകയാണ് കാറിനകത്തിരുന്നവർ. അതിനുശേഷം വളരെ സ്പീഡിൽ പോയ കാറിനെ സഡൻ ബ്രേക്ക് ഇട്ട് കാർ നിർത്തുകയാണ്. പുറകിൽ നിന്ന് വന്ന ലോറി ഈ കാറിനെ ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ ബ്രേക്ക് ഇട്ട് നിർത്തുകയും ചെയ്യുന്നു. കാറിനകത്തിരുന്നവരെല്ലാവരും വളരെ ഭയപ്പെടുകയാണ്. ഉടനെ തന്നെ കാർ പിന്നെയും വളരെ സ്പീഡിൽ യാത്ര തുടരുകയാണ്. ഇങ്ങനെ സ്പീഡിൽ വണ്ടി ഓട്ടിക്കുന്നതിനിടയിൽ ബിനു ചോദിക്കുകയാണ്, നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ എന്ന്. കാറിനകത്തിരുന്ന സനന്ദനും ഡോക്ടറുമൊക്കെ പല അഭിപ്രായവും പറയുന്നുണ്ട്. പക്ഷേ ബിനു പറയുന്നു, ഭയമാണ് സകല ബന്ധങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനം. എന്നിട്ട് ബിനു ഇങ്ങനെ പറയുകയാണ്, അച്ഛാ അമ്മേ, എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല എങ്കിൽ അതിനർത്ഥം എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്നാണ്. ഇതിനുശേഷം ബിനു കാർ വളരെ സ്പീഡിൽ തന്നെ വണ്ടി ഓടിക്കുകയാണ്. അതായത് അപകടം സംഭവിക്കാൻ പോകുന്നു എന്നതുപോലെ. കാറിനകത്തിരിക്കുന്നവരെല്ലാവരും വളരെയധികം പേടിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ പറയുന്നു, എന്നെ ഇവിടെ ഒന്ന് ഇറക്കി വിടും, ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പുണ്ട്, അവിടെ പോകണമായിരുന്നു എന്ന് പറയുന്നു. ഇതിന് മറുപടിയായിട്ട് ബിനു പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ കഴിച്ച ആ
ഗുളിക ഡോക്ടറല്ലേ കൊടുത്തത് എന്ന്. ഇത് കഴിഞ്ഞ് ബിനു സനന്ദൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. സനന്ദൻ അച്ഛനെയും അമ്മയും ഒരുപാട് സഹായിക്കുന്നുണ്ട് അല്ലേ, അത് പിന്നെ വേണ്ടപ്പെട്ടവർ സഹായം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കാതിരിക്കുന്നത്? ഇതിന് മറുപടിയായി ബിനു പറയുന്നത് ഇങ്ങനെയാണ്: വേറൊരുത്തൻ്റെ വീട്ടിൽ കയറി അതിരവിട്ട സഹായമൊക്കെ ചെയ്യുന്നത് മോശമല്ലേ ചേട്ടാ? സനന്ദനും അത് ശരിയാണെന്ന് തന്നെ പറയുന്നു. ഇതിനുശേഷം കാറിനകത്തുണ്ടായിരുന്ന ബിനുവിൻ്റെ അളിയനും സഹോദരിയും വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു നമ്മളെ വെറുതെ വിടണമെന്ന്. കാർ ഓടിച്ചുകൊണ്ട് തന്നെ അവരെടുത്ത് ബിനു ഇങ്ങനെ മറുപടി പറയുകയാണ്: എന്നാലും ഞാൻ കോമയിൽ കിടക്കുന്ന ഗ്യാപ്പിന് കയറി വന്ന് കളഞ്ഞല്ലോടാ എന്ന്. ഈ സമയത്തും ബിനു വളരെ സ്പീഡിൽ തന്നെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറിനകത്തിരിക്കുന്ന അച്ഛനും അമ്മയും സഹോദരിയും അളിയനും ഡോക്ടറും സനന്ദനുമെല്ലാം വാവിട്ട് കരയുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയുമില്ല. ബിനു കാർ നിർത്താൻ തയ്യാറാകുന്നേ ഇല്ല. ബിനു അവസാനം പറയുകയാണ്: കാർ ഞാൻ നിർത്താം, പക്ഷേ ഞാൻ ചോദിക്കുന്ന ഉത്തരത്തിന് കറക്റ്റായി ഉത്തരം പറയണം. എന്നെ കൊല്ലാൻ ആരാണ് സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞത്? ഇത് കേട്ട ബിനുവിൻ്റെ അച്ഛനും അമ്മയും വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു അവരാരും അത് പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ ബിനു അത് ചെവിക്കൊള്ളാൻ തയ്യാറാവുന്നേയില്ല. ബിനു വണ്ടിയെ വളരെ സ്പീഡിൽ തന്നെ ഓടിച്ച് റോഡിന് നടുക്കുള്ള ഒരു ഡിവൈഡറിൽ കൊണ്ട് ഇടിക്കുകയും വണ്ടി തല കുത്തനെ മറിയുകയും ചെയ്യുന്നു. പിന്നെ സിനിമയിൽ കാണിക്കുന്നത് ഈ വണ്ടിയിലിരുന്ന ബിനു അടക്കമുള്ള എല്ലാവരും ICUയിൽ കിടക്കുന്നതാണ്. ഇവരെല്ലാവരും ICUയിൽ കിടക്കുന്ന ആ സമയത്ത് തന്നെ ആ ICUയിലെ ഏതോ നേഴ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള പരിപാടിയാണ് അവിടെയുള്ള നേഴ്സുമാരെല്ലാവരും. അങ്ങനെ കേക്ക് അറുക്കുന്നതിന് മുമ്പ് ശബ്ദമൊന്നും ഉണ്ടാക്കരുതെന്ന് നേഴ്സുമാർ പറയുന്നു. എന്നാൽ കൈ അബദ്ധത്തിൽ അവിടെ ഒരു വലിയൊരു വെടിവെച്ച ഉണ്ടാവുകയും സനന്ദൻ്റെ ജീവൻ അപ്പോഴേ തന്നെ പോവുകയും ചെയ്യുന്നു. ഇതിനുശേഷം ബാക്കിയുള്ള എല്ലാവരെയും കാണിക്കുന്നു ICUയിൽ കിടക്കുന്നതായിട്ട്. എല്ലാവരുടെയും ദേഹത്ത് ഒടുവും ചതവും എഴിക്കാൻ പറ്റാത്ത രീതിയിലാണ് കട്ടിലിൽ കിടക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയായ ബിനുവിനെയാണ്. ബിനുവിൻ്റെ മൂക്കിൽ ഒരു കുമിള വന്നിരിക്കുകയും ആ കുമിള പൊട്ടുകയും അപ്പോൾ ബിനു കണ്ണു തുറന്ന് ചിരിക്കുന്നു. സൈക്കോ എന്ന് പറയുന്ന ഒരു സംഗീതത്തോടു കൂടി സിനിമ അവസാനിക്കുന്നു.